ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനോട് സ്നേഹ പരാതി എന്നോണം അർച്ചനയെ കുറിച്ച് പറയുന്നു. അർച്ചനടുത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ വിവാഹം നടത്തരുത് എന്ന നിർബന്ധത്തിലാണ് അർച്ചനടുത്തി പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് അർച്ചനടുത്തി ഇപ്പം പുതിയ ആളുകളെ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം ഇത് ഒരാളായിരുന്നു, ഇപ്പൊ രണ്ടുപേരായി. അത് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ആള് സന്ദീപേട്ടനെയും കൂട്ടി ഇപ്പോ വന്നിരിക്കുകയായിരുന്നു. സന്ദീപേട്ടനോട് പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിരുന്നു ഇവിടെ ഇപ്പോ അർച്ചനടുത്തിയുടെ ശ്രമം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യ്, എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊന്നുകളാ. അപ്പൊ പിന്നെ ഈ വിവാഹത്തെ ചൊല്ലി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്നേഹ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുമ്പോ ഇത് കേട്ട് നിന്ന നന്ദൻ അർച്ചനയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, അർച്ചനെ, ഇതിനെ ചൊല്ലി ഞാൻ നേരത്തെ അർച്ചനയോട് പറഞ്ഞതായിരുന്നില്ലേ ഇങ്ങനെ ഒരു സംസാരം ഇവിടെ വേണ്ട എന്ന്. അത് കേട്ടതും അർച്ചന നന്ദനോട് പറഞ്ഞു, നന്ദേട്ടാ, ഞാൻ എന്ന് പറഞ്ഞതും വേണ്ട അർച്ചനെ, ഇനി ഇക്കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പലതവണ അർച്ചനയോട് പറഞ്ഞതാണ് ഈ വിവാഹം നിർത്തിവെക്കാൻ. ആരും ഇതിന് തുനിഞ്ഞിറങ്ങണ്ടായെന്ന്. ഈ വിവാഹം നടത്താനായി തീരുമാനിച്ചത് ഞാനും അച്ഛനും കൂടിയാണ്. അല്ല, നിങ്ങൾ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ വിവാഹം മുടക്കാനായി ഇങ്ങനെ ശ്രമിക്കുന്നത്? അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അനഘേ, നിന്നെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് ചുക്കാൻ പിടിക്കുന്നതും അതിന് മുൻപന്തിയിൽ ഉണ്ടാകുന്നവരിലും ഉള്ള ആളാണല്ലോ നീ. അതുകൊണ്ട് നിന്നെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ അർച്ചനെ, ഇനി ഇങ്ങനെ തുടർന്നാൽ അർച്ചന ഈ ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ളവരെയെല്ലാം പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയും പരസ്പരം അകറ്റാനുമുള്ള പ്രവൃത്തിയാണ്. എന്തായാലും ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി അർച്ചനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. പല ആവർത്തി ഞാൻ അർച്ചനയോട് പറഞ്ഞതല്ലേ ഈ വിവാഹം നടത്താതിരിക്കാനുള്ള ശ്രമം അർച്ചന നടത്തരുതെന്ന്. എത്ര പറഞ്ഞിട്ടും അർച്ചനയ്ക്ക് എന്താ അത് മനസ്സിലാകാത്തത്? എന്തായാലും ഒരു കാര്യം കൂടി പറയാം, ഇക്കാര്യത്തിൽ ഇനി ഒരഭിപ്രായം അർച്ചനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട. അർച്ചനയ്ക്ക് ഇനി ഈ വിവാഹം നടത്തരുതെന്ന് ഇത്ര നിർബന്ധം എന്തിനാണ്? സ്നേഹയും ധനുഷും അത്രത്തോളം ഇഷ്ടത്തിലായി കഴിഞ്ഞു. പിന്നെ അവരുടെ വിവാഹം മുടക്കാൻ ഇങ്ങനെ ശ്രമിക്കാതിരിക്കാമോ? ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഓരോരുത്തരും വിവാഹം മുടക്കാനായി ആ കുട്ടിയുടെ പിന്നാലെ നടന്നാൽ, സ്നേഹമോള് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പിന്നെ അത് ഈ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയായി പോകും. പിന്നെ ഒരു കാര്യം കൂടി അർച്ചനോട് എനിക്ക് പറയാനുള്ളത്, അർച്ചന ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഇതുവരെ അർച്ചന കണ്ട ഒരു നന്ദനെ ആയിരിക്കില്ല ഇനി അർച്ചന കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയും ഇക്കാര്യത്തിൽ ഇതുപോലുള്ള അഭിപ്രായം അതിനുള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ ഈ നന്ദനെ അർച്ചന പിന്നീട് പുതിയൊരു നന്ദനായി പരിചയപ്പെടേണ്ടി വരും എന്ന് അർച്ചനയെ താക്കീത് ചെയ്യും വണ്ണം നന്ദൻ അറിയിച്ചു. അത് കേട്ടതും അനഘയും അർച്ചനയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്ദീപ് നന്ദനെ നോക്കി. ആ സമയത്ത് സന്ദീപിനെ നോക്കി നന്ദൻ ചോദിച്ചു, നീ ഇന്ന് പോകുന്നുണ്ടോ? അപ്പോഴേക്കും ഉണ്ടെന്ന് സന്ദീപ് മറുപടി നൽകുമ്പോൾ, എന്നാ നീ വേഗം പോകാൻ നോക്കെന്ന് പറഞ്ഞ് സന്ദീപിനെ അവിടെ നിന്ന് നന്ദൻ പറഞ്ഞയച്ചു. സന്ദീപ് പോയി കഴിയുമ്പോഴേക്കും നന്ദൻ ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് അർച്ചന ആകെ വിഷമത്തോടെ തലകുനിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ നന്ദേടൻ തന്നെ ശകാരിച്ചതിന്റെ വിഷമത്തിലായി അർച്ചന. അതിനുശേഷം സന്ദീപ് വൃന്ദാവനത്തിലേക്ക് മടങ്ങിയെത്തി അവിടെ ആരോടും ഒന്നും സംസാരിക്കാതെ പുറത്തങ്ങനെ തനിച്ചു നിൽക്കുന്നത് കണ്ട് സന്ദീപിന്റെ അരികിലേക്ക് അനൂപ് എത്തി. അനൂപ് വന്ന് സന്ദീപിനോട് ചോദിച്ചു, എനിക്ക് ഒരു കാര്യം സന്ദീപിനോട് കുറച്ചു ദിവസമായി ചോദിക്കണമെന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, സന്ദീപിന് ഇവിടെ വന്നിട്ട് ആകെ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ, ഇവിടെ സന്ദീപിന്റെ സൗകര്യങ്ങൾ കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. സന്ദീപിന് അസൗകര്യങ്ങൾ ഉണ്ടെന്നറിയാം, സന്ദീപിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു, അക്കാര്യം ഞാൻ അനൂപേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. നമുക്ക് ഈ വീടൊന്ന് മാറിയാലോ അനൂപേട്ട? കാരണം ഈ വീടില് ശരിക്കും സൗകര്യം കുറവാണ്. ഇവിടെ എല്ലാവരും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് മാറുന്നതാണ് നല്ലത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആതിരയെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ നമുക്ക് പോകാനും വരാനും എളുപ്പം മറ്റൊരു സിറ്റിയിലേക്ക്, ഒരു വീട്ടിലേക്ക് മാറുന്നതല്ലേ. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും കുഞ്ഞുമായി ആതിര ഇവിടേക്ക് വേണ്ടേ വരാനായിട്ട്. അതോടൊപ്പം അനൂപേട്ടന് നമ്മുടെ ഓഫീസിലേക്ക് പോകാനും ആവണി മോൾക്ക് സ്കൂളിൽ പോകാനും ഒക്കെ സൗകര്യം നമ്മൾ സിറ്റിയിൽ ഒരു വീടെടുക്കുന്നതല്ലേ എന്ന് സന്ദീപ് അനൂപിനോട് അന്വേഷിച്ചു. അത് കേട്ടതും അനൂപ് പറഞ്ഞു, ഞാനും ഇത് നേരത്തെ ആലോചിച്ചതാണ് സന്ദീപേ. സിറ്റിയിൽ ഒരു വീടെടുക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചതുമാണ്. സൗകര്യത്തിന് ഒരെണ്ണം ഒത്തു കിട്ടിയതുമായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്റെ സാഹചര്യങ്ങൾ അറിയാമായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. എന്തായാലും നാളെ തന്നെ ഞാൻ ആ ബ്രോക്കറെ ഒന്ന് കാണാം, ബ്രോക്കറോട് ഒന്ന് ചോദിക്കാം ആ വീട് കൈവിട്ട് പോയോ എന്ന്. അത് കേട്ട ഉടനെ സന്ദീപ് സന്തോഷത്തോടെ അനുപേട്ടനോട് പറഞ്ഞു, ശരി അനുപേട്ട, നാളെ തന്നെ അനുപേട്ടൻ ചോദിക്കും, എന്നിട്ട് എന്നോട് കൂടി പറയണേ എന്ന് പറഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു, ഈ വീട് ഞാനും ആതിരയും അർച്ചനയും ഒക്കെ ഓടിക്കളിച്ച് വളർന്ന വീടാണിത്. എന്റെ മോളും ഈ വീട്ടിലാണ് ഓടിക്കളിച്ചത്. അതിൻ്റെതായ ഒരു സെന്റിമെന്റ്സ് ഈ വീടിനോടുണ്ട്.
ഈ വീട് കൈവിട്ടു പോകാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളിലൊക്കെ കച്ചവടം മാറിപ്പോകുമ്പോൾ അത് നന്നായി എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആശ്വസിച്ചിട്ടുണ്ട്. ഈ വീട് വിട്ടു പോകാനുള്ള വേദന കൊണ്ട്. എങ്കിലും സാരമില്ല, ഇത് വിൽക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഞാനും എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ഇത് വിൽക്കാനോ? അതൊന്നും വേണ്ട അനൂപേട്ടാ, ഈ വീട് നമുക്ക് വിൽക്കണ്ട, ഇത് ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കട്ടെ. അനൂപേട്ടന്റെയും അർച്ചനേടത്തിയുടെയും ആതിരയുടെയും ഒക്കെ ഓർമ്മകളുള്ള വീടല്ലേ, അതങ്ങനെ വിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോ സന്ദീപിനോട് അനൂപ് ചോദിച്ചു, അല്ല ഇത് വിൽക്കാതെ പിന്നെ എങ്ങനെയാ സന്ദീപേ എന്ന് ചോദിച്ചപ്പോ അനൂപിനോട് സന്ദീപ് പറഞ്ഞു, ഇത് വിൽക്കാതെ നമുക്ക് പുതിയൊരു വീട് വാങ്ങിക്കാം അനൂപേട്ട, അത് മതി. അതിനുള്ള പണം അനൂപേട്ടന്റെ കയ്യിൽ തികയില്ല എന്ന് എനിക്കറിയാം, അതിന് ഞാൻ സഹായിക്കാമല്ലോ. അതിനുള്ള പണമൊക്കെ തൽക്കാലം ഞാൻ തന്നെ സഹായിച്ചോളാം. പിന്നെ ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ടത് ഞാൻ കൂടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ സഹായിക്കുന്നതിൽ അനൂപേട്ടൻ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടതില്ല. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അനൂപേട്ട എന്ന് പറഞ്ഞ് അനൂപേട്ടൻ തൽക്കാലം ഇക്കാര്യം അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന പറഞ്ഞ് അവിടെ നിന്ന് സന്ദീപ് പോകുമ്പോ അനൂപ് ആകെ നിരാശയോടെ തന്റെ ആ വീടിനെ ഒന്ന് നോക്കുന്നു. അതിനുശേഷം അനൂപ് അകത്തേക്ക് കയറി ചെന്ന് ദയാനന്ദ മാഷിനോടും കമലേടത്തിയോടും വിവരങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോൾ രണ്ടുപേരും ആകെ നിരാശരായിരിക്കുന്നത് കണ്ട് അനൂപ് പറഞ്ഞു, ഒരു പക്ഷേ സന്ദീപ് പറയുന്നതിലും കാര്യമുണ്ടല്ലോ അച്ഛാ, അവർക്ക് ഒരു കുടുംബമായില്ലേ, ഇനി ആതിരയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവർ ഈ വീട്ടിൽ കഴിയുന്നതിനെ കുറിച്ച്, അവരുടെ കുഞ്ഞിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് അതൊക്കെയല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നതിലും കാര്യമില്ലേ എന്ന് അനൂപ് അറിയിച്ചപ്പോ കമലേടത്തിയും ദയാനന്ദ മാഷും ആകെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് അനൂപിനോട് കമലേടത്തി പറഞ്ഞത്, നിങ്ങളുടെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങളുടെ സുഖവും ദുഃഖവും എല്ലാം ഈ വീട്ടിൽ തന്നെയായിരുന്നു. ഈ വീട്ടിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചതും. അത് കേട്ട ദയാനന്ദ മാഷ് പറഞ്ഞു, സത്യത്തിൽ ഇത് നമുക്ക് സന്തോഷങ്ങൾ മാത്രം സമ്മാനിച്ച വീടായിരുന്നു. ഇവിടെ എന്തല്ലലും അലച്ചിലും ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഈ വീടിന്റെ ഐശ്വര്യം കൊണ്ട് നമുക്കതെല്ലാം തരണം ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ഈ വീടിന്റെ ഐശ്വര്യം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ പ്രായമായില്ലേ കമലേ, കുട്ടികളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ തീരുമാനങ്ങൾക്കൊപ്പം നമ്മൾ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് സാരമില്ല, നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ വേദനപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഇതിനെ സമ്മതം മൂളാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലടക്കി പിടിച്ച് നമുക്ക് ഇവർക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് സങ്കടത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അനൂപ് ഇരുവരെയും നോക്കി പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ത് കാരണത്താലാണെന്ന് അച്ഛൻ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോ അനൂപിന്റെ അരികിലേക്ക് എത്തി കമലേടത്തി പറഞ്ഞു, എടാ മോനെ, എന്തായാലും സന്ദീപിന്റെ തീരുമാനത്തെ നമുക്ക് അവഗണിച്ചു എന്ന് വേണ്ട. സന്ദീപിനോട് കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അനൂപിന്റെ അരികിൽ നിന്ന് അവരിരുവരും പോകുമ്പോൾ അനൂപ് ആകെ വിഷമത്തോടെ ആ വീടിനെ മൊത്തത്തിലൊന്ന് നോക്കിയിരുന്നു. അതിനുശേഷം അർച്ചന തനിച്ച് ഗാർഡനിൽ വന്നിരിക്കുന്നത് കണ്ട് അരികിലേക്ക് സച്ചി എത്തി. കഴിക്കാനുള്ള ഭക്ഷണവുമായി സച്ചി അവിടേക്ക് വരുമ്പോ അച്ഛനോട് ചോദിച്ചു, അല്ല, സാധാരണ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഓടി വന്ന് ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്ന ആളെന്താ ഇവിടെ തനിച്ച് ഇങ്ങനെ മാറി വന്നിരിക്കുന്നത്? അതെന്താ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ അർച്ചന ആകെ വിഷമത്തോടെ ഇരുന്നു. അല്ല, ഇന്നെന്താ മുഖം ആകെ വാടിയിരിക്കുന്നത്? എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് പറ്റി എന്ന് അർച്ചനയോട് സച്ചി അന്വേഷിച്ചു. അർച്ചന പറഞ്ഞു, അത് പിന്നെ ഒന്നുമില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോ സച്ചിയെ നോക്കി അർച്ചന കളവ് പറഞ്ഞത് മനസ്സിലാക്കിയ സച്ചി പറഞ്ഞു, എടോ എന്തായാലും കാര്യം പറ. അതിനുശേഷം അർച്ചന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സച്ചിയോട് പങ്കുവെച്ചു. നന്ദേട്ടൻ തന്നെ ശകാരിച്ചതും വഴക്ക് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ സച്ചി ചോദിച്ചു, എടോ, നന്ദേട്ടന്റെ കാര്യം തനിക്കറിയാവല്ലോ, അവർക്ക് സ്വാഭാവികമായും ദേഷ്യം വരും. കാരണം ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന അച്ഛനും നന്ദേട്ടനും ചേർന്നാണ്. അവർ രണ്ടുപേരും തീരുമാനിച്ച വിവാഹം മുടക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ദേഷ്യമുണ്ടാകും, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതിലെന്ത് തെറ്റ് പറയാൻ കഴിയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ അവര് എതിർപ്പ് പറയുമ്പോ അങ്ങനെ അവര് ശകാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മാറി നിന്ന് സങ്കടപ്പെടാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഈ വിവാഹം മുടക്കാൻ താൻ തുനിഞ്ഞിറങ്ങിയത്? പിന്നെ എന്തിനാ അതിനൊക്കെ തയ്യാറെടുത്തത്? അങ്ങനെ ഈ വിവാഹം മുടക്കാനായി തയ്യാറെടുത്തിറങ്ങിയ ആള് ഇതുപോലുള്ള ശകാര വാക്കുകളും ദേഷ്യപ്പെടലും ഒക്കെ കേൾക്കേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ആ ഒരു തീരുമാനം മുന്നോട്ട് പോയാൽ പോരായിരുന്നോ എന്ന് സച്ചി അന്വേഷിച്ചു. അപ്പോഴേക്കും അർച്ചന ആകെ വിഷമത്തോടെ സച്ചിയെ നോക്കി
ഉടനെ സച്ചി ചോദിച്ചു, എടോ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, നന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടപ്പോ തനിക്ക് നന്ദേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നോ എന്ന് തോന്നിയോ? അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, നന്ദേട്ടൻ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദേട്ടന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, അത് മാറിക്കോളും എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു, ദാ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാ പോരെ, അപ്പൊ പിന്നെ എല്ലാ പ്രശ്നങ്ങളും കഴിയുമല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ എടോ, കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ടല്ലേ ഞാനിപ്പോൾ തന്റെ ഒപ്പം നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവരെ പോലെ ഞാനും ചിന്തിച്ചേനെ താൻ എപ്പോഴും ഇതിനോട് എതിർപ്പ് പറയുന്നത് എന്ത് കാരണത്താലാണെന്ന് ആലോചിച്ച്. അതുകൊണ്ട് തൽക്കാലം താൻ ഈ ഒരു ചിന്താഗതിയോടെ ഈ പ്രശ്നത്തെ നേരിടാൻ നോക്ക്. നമുക്ക് എന്തായാലും ഈ വിവാഹം മുടക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവര് ഇതിനോട് എതിർപ്പ് കാട്ടുമ്പോൾ, അവരതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ രീതിയിൽ സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ കഴിയുക? ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? അതുകൊണ്ട് താൻ അങ്ങനെ മനസ്സ് തളർന്നു പോകാതിരിക്കണം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, എനിക്കിപ്പോ മനസ്സിലായി സച്ചിയേട്ടാ. ഉടനെ തന്നെ സച്ചി പറഞ്ഞു, എന്നാലേ ഇനി നമ്മുടെ കാര്യം ഞാൻ പറയാം. അതെ, സന്ധി ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. സന്ധി ഡോക്ടർക്ക് അടുത്തേക്ക് നാളെ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ഇങ്ങോട്ടൊരു തീരുമാനം അറിയിച്ചു. നമ്മൾ അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ നാളെ ഇങ്ങോട്ട് വരാമെന്ന്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, നമ്മുടെ കാര്യവും നടക്കും, സന്ധി ഡോക്ടർ പറഞ്ഞ കാര്യവും നടക്കും. എന്താ, ഡോക്ടർ ഇവിടെ വന്ന് നമ്മളോട് കാര്യങ്ങൾ സംസാരിച്ചോളും. തനിക്ക് സന്തോഷമായില്ലേ? താനിങ്ങനെ വിഷമിച്ചിരിക്കാതെയോ, തന്റെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കണം. എന്നാലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് വേഗം സാധിക്കും എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചന സച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരം കൂടി വേണം. അതുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞപ്പോ സച്ചിയോട് അർച്ചന പറഞ്ഞു, വേണ്ട സച്ചിയേട്ടാ, എനിക്ക് വിശക്കുന്നില്ല. ഉടനെ തന്നെ സച്ചി പറഞ്ഞു, അതെനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫുഡിങ് എടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ഭക്ഷണം കൂട്ടുന്നു. അങ്ങനെ സച്ചി വളരെ സ്നേഹത്തോടെ അർച്ചനയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അർച്ചനയുടെ മനസ്സിലേക്ക് എത്തിയത്, സച്ചിയെ ഓഫീസിൽ ചെന്ന് ആദ്യമായിട്ട് സച്ചിക്ക് ഭക്ഷണം കൊടുക്കാനായി അർച്ചന വന്നതും അർച്ചനയോട് സച്ചി ഒരമ്മയെ പോലെ തനിക്ക് ഭക്ഷണം എടുത്തു തരാനായി സച്ചി ആവശ്യപ്പെടുമ്പോൾ, എന്റെ അമ്മ എനിക്ക് ഭക്ഷണം ഊട്ടി തന്നത് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് തന്റെ അമ്മയെക്കുറിച്ച് സച്ചി വളരെ വളരെ സെന്റിമെന്റ്സ് ആയി പറയുന്നത് അന്ന് അർച്ചന കേട്ട് അർച്ചന ഒരു മകനെ പോലെ സച്ചിക്ക് ഭക്ഷണം ഊട്ടിയ ആ രംഗം അർച്ചന ഓർമ്മിച്ചു. അങ്ങനെ അർച്ചനയും സച്ചിയും അവരുടേതായ ലോകത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈ സമയത്ത് അവനിക്ക് നിരന്തരമായ ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ധനുഷ് കോൾ എടുക്കാത്തതിൽ ദേഷ്യത്തോടെ ഇരുന്നു. അപ്പോഴാണ് നന്ദൻ റൂമിലേക്ക് എത്തിയത്. ഇന്ന് എന്ത് പറ്റി, വലിയ ആലോചനയിലാണല്ലോ എന്ന് നന്ദൻ അന്വേഷിച്ചു. അല്ല, എന്തായിരിക്കും ആലോചന? ഇനി ഈ വീട്ടിലുള്ള ആർക്കിട്ട് എന്ത് പണി കൊടുക്കാമെന്നതാണോ, അതോ ഇനി ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ വൃക്കയെങ്ങാനും ആർക്കെങ്കിലും അടിച്ചു മാറ്റി വിൽക്കാമെന്നാണോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എനിക്കത് എന്നേ ആകാമായിരുന്നു. എനിക്ക് ആകെ ഒരു അവധിയെ പറ്റിയിട്ടുള്ളൂ. അതെ, നിങ്ങളുടെ വൃക്ക എടുത്ത് വിൽക്കാഞ്ഞതല്ല, മറിച്ച് നിങ്ങളെ ജീവനോടെ വിട്ടത്, അതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് അവന്തിക അരികിൽ വന്ന നന്ദനോട് പറഞ്ഞത്. നന്ദൻ പറഞ്ഞു, അതെ, അത് മാത്രമല്ലല്ലോ, അതിന്റെ ശേഷം നിരന്തരമായി നിനക്ക് അബദ്ധങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത്. അർച്ചനയെ അർച്ചനയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അർച്ചനയെ സച്ചിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിനുശേഷം വീണ്ടും സന്ധി ഡോക്ടറെ കൊല്ലാൻ നോക്കി. അങ്ങനെ സന്ദീപും അനഘയുമായിട്ടുള്ള വിവാഹം, ഇതൊക്കെ നിനക്ക് പറ്റിയ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അവന്തിക ഒന്നും മിണ്ടാതെ നിന്നപ്പോ അവന്തിക പറഞ്ഞു, അതിലും വലിയ അബദ്ധങ്ങളാണല്ലോ ഇപ്പൊ ഇവിടെയുള്ളവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഉടനെ നന്ദൻ ചോദിച്ചു, അതെനിക്ക് മനസ്സിലായി, നിന്നെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ വീട്ടിൽ ജീവിക്കാൻ ഞാൻ നിനക്ക് അവസരം തന്നതല്ലേ നീ പറഞ്ഞ അബദ്ധം. എന്നാലേ ആ മണ്ടത്തരങ്ങളും അബദ്ധവും ഒക്കെ ഞാൻ അങ്ങ് മാറ്റാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ആദ്യം സ്നേഹമുള്ള വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നിന്റെ കാര്യത്തിലും മറ്റു ചില കാര്യത്തിലൊക്കെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ അവന്തിയെ പറഞ്ഞു, അതെ, എന്നെ കൊല്ലുന്ന കാര്യത്തിലോ എന്നെ ഇവിടുന്ന് ഇറക്കിവിടുന്ന കാര്യത്തിലോ അല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നിങ്ങളെല്ലാവരും ഇപ്പൊ തീരുമാനിച്ചെടുക്കുന്ന ഈ സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹത്തെ കുറിച്ച് തന്നെയാ ഞാൻ സംസാരിക്കുന്നത് എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ടതും ഉടനെ നന്ദൻ ചോദിച്ചു, എന്താ നീ ഈ വിവാഹം മുടക്കാനായി നോക്കുകയാണോ? എന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം മുടക്കാനുള്ള നീക്കമാണെങ്കിൽ അത് വേണ്ട. ഈ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഞാനും അച്ഛനും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ച ഈ വിവാഹം ഇനി ആരെതിർത്താലും ആ വിവാഹം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാൻ വിവാഹം നടത്താനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഇത്ര ധൃതി കാട്ടണ്ടല്ലോ എന്നാ ഞാൻ ചോദിച്ചത്. കാരണം ധനുഷിന്റെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി ഇത്ര തിടുക്കത്തിൽ വിവാഹം നടത്താനായി തീരുമാനിക്കുന്നത് സാവകാശം ആലോചിച്ചതിന് ശേഷം വിവാഹം നടത്തിയാ പോരെ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് അവന്തിക പറയുമ്പോ
ഇത് കേട്ട നന്ദൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ ഇപ്പോ ധനുഷ് തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. പിന്നെ അവരുടെ അച്ഛനമ്മമാർക്ക് യാതൊരു എതിർപ്പുമില്ല, നമ്മുടെ വീട്ടുകാർക്കും യാതൊരു എതിർപ്പുമില്ല. പിന്നെ എന്താ പ്രശ്നം? ഇരു കുടുംബക്കാർക്കും ഈ വിവാഹം നടത്തുന്നതിൽ യാതൊരു വിരോധവും എതിർപ്പോ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ വിവാഹം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടത്താതിരിക്കാൻ ആരൊക്കെ മുന്നിട്ടിറങ്ങിയാലും നീയും അർച്ചനയും അനഘയും ഒക്കെ ഇതിനായി തയ്യാറെടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം, ഈ വിവാഹം മുടക്കാനായി ആരും മുന്നിട്ടിറങ്ങാതിരുന്നാൽ മതി. ഇനി അഥവാ ഈ വിവാഹം മുടക്കാൻ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ, അങ്ങനെ ആരെങ്കിലും മുന്നിട്ടിറങ്ങി ഈ വിവാഹം മുടങ്ങിയാൽ പിന്നെ അവന്തികയെന്നല്ല അർച്ചനയാണെങ്കിൽ പോലും ഈ വീട്ടിലുള്ള അവരുടെ താമസത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുക തന്നെ ചെയ്യും എന്ന് നന്ദൻ അവന്തികയെ താക്കീത് ചെയ്തു. അത് കേട്ട അവന്തിക നന്ദന്റെ ആ താക്കീത് കേട്ട് എന്ത് ചെയ്യുന്നറിയാതെ ആകെ പകച്ചങ്ങനെ നിൽക്കുമ്പോൾ നന്ദൻ ചെയ്യാൻ പോകുന്ന തെറ്റ് എന്താണെന്ന് നന്ദനോട് പറയുന്നതിനേക്കുള്ളുപരി താൻ സ്നേഹിക്കുന്നവനെ ആ സ്നേഹയുടെ ഭർത്താവാക്കി മാറ്റാനുള്ള നന്ദന്റെ ഈ തീരുമാനത്തെ എങ്ങനെ മറികടക്കും എന്നതിനെ കുറിച്ച് അവന്തിക ആലോചിക്കുന്നു.